നമസ്കാരം, ഞാൻ വിനോദ്. ഫൈനൽ സ്റ്റഡീസിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്നും കൃത്യംഗങ്ങൾ, അതായത് എക്സ്പോണൻസിന്റെ കുറെ ഉദാഹരണങ്ങളാണ് പഠിക്കുന്നത്. നമുക്ക് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് കരുതുന്നു. നോക്കിക്കേ, -1 (4,444) എത്രയായിരിക്കും ഉത്തരം? നിങ്ങളൊന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് വെച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇല്ലെങ്കിൽ കാണിച്ചു തരാം. നോക്കൂ, -1 ഇവിടെ അല്ലേ. -1നെ 4,444 ഇതുണ്ടോ, -1 (4,444) എങ്ങനെ കണ്ടുപിടിക്കാം? ഇതുണ്ടോ, അതിന് എളുപ്പവഴി ഉണ്ട്. -1 ഒറ്റ സംഖ്യയാണെങ്കിൽ ഉത്തരം ഒന്നും നോക്കണ്ട, -1 ആയിരിക്കും. ഇങ്ങനെ ഈ -1 എഴുതിയിട്ട് മുകളിൽ ഒറ്റ സംഖ്യയാണോ ഇരട്ട സംഖ്യ, ഈവൻ നമ്പർ ആണോ ഓഡ് നമ്പർ, ഇത് ഓഡ് നമ്പർ ആണ് ഈ കിടക്കുന്നത് എങ്കിൽ, ഇത് ഓഡ് നമ്പർ ആണെന്ന് വെച്ചു. ഓഡ് നമ്പർ ആണെങ്കിൽ ആൻസർ എത്രയാണെങ്കിലും കുഴപ്പമില്ല, -1 ആയിരിക്കും. ഇനി ഈവൻ നമ്പർ ആണെങ്കിൽ ഇവിടെ -1 ഇരട്ട സംഖ്യ, അതായത് ഈവൻ നമ്പർ ആണെങ്കിൽ +1 ആയിരിക്കും ആൻസർ. ഇത്രയും ഓർത്തിരുന്നാൽ നമുക്ക് കണക്ക് ചെയ്യാം. ഇപ്പൊ നോക്കിയേ, -1 ഇത് 4,444 എന്നുള്ള ഓഡ് നമ്പർ ആണോ ഈവൻ നമ്പർ ആണോ, അതായത് ഒറ്റ സംഖ്യയാണോ ഇരട്ട സംഖ്യയാണോ? ഒറ്റ സംഖ്യയാണ്, അത് നമുക്കറിയാം. ഒറ്റ സംഖ്യ ആണെങ്കിൽ 1, 3, 5, 7 ഇങ്ങനെ ഏതെങ്കിലും വേണം. ഇവിടെ ഒറ്റ സ്ഥാനത്ത് ഇത് 4 കിടക്കുന്നത്. അപ്പൊ ഏതാണ് 4? ഈവൻ നമ്പർ ആണ്, ഇരട്ട സംഖ്യയാണ് അല്ലേ. -1 എഴുതിയിട്ട് ഇരട്ട സംഖ്യയാണ് വന്നിരിക്കുന്നത്, ഇവിടെ ഇരട്ട സംഖ്യയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഉത്തരം എത്രയായിരിക്കും? ഇവിടെ ഒന്നും നമ്മളിതൊന്നും ചെയ്യാനൊന്നുമില്ല, ക്രിയ 1 ആയിരിക്കും ഉത്തരം. എങ്ങനെ കണ്ടുപിടിച്ചു? -1 (1) എന്നുള്ളത് എന്നിട്ട് ഇവിടെ ഇരട്ട സംഖ്യ വന്നേക്കുന്നത് അല്ലേ. ഇരട്ട സംഖ്യയാണ്, ആൻസർ എത്രയായിരിക്കും? 1 ആയിരിക്കും. നോക്കി അടുത്തത്, -1 (10) + -1 (15) + -1 (20) + -1 (25) ഒരു പ്രത്യേക കാര്യം പറയട്ടെ, ഇങ്ങനെയുള്ള കണക്കുകൾ നിങ്ങളുടെ PSC പരീക്ഷകൾക്ക് അല്ലെങ്കിൽ മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാമിന് എല്ലാം കാണും. അപ്പം നമ്മൾ ഇതെല്ലാം കൂടെ ഇങ്ങനെ ഇൻറ്റു ചെയ്യാൻ അങ്ങനെയൊന്നും പോയി കഴിഞ്ഞാൽ നമുക്ക് സമയം കിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ട് ഇത് ചെയ്ത് നിങ്ങൾ പരിശീലിക്കുക. നോക്കുക, അപ്പം ഇങ്ങനെ വന്നാൽ ഓരോന്നായിട്ട് -1ന്റെ റേസ്റ്റ് ഒറ്റ സംഖ്യയാണ് -1 തന്നെ. ഇതുണ്ടോ, -1 (10) എന്ന് പറയുമ്പോൾ ഇരട്ട സംഖ്യ, അപ്പോൾ ഏത് വേണം? 1 വേണം. പ്ലസ് എഴുതി. പിന്നെ നോക്കിയേ, -1 (15) അത് നോക്കിയേ, അത് ഓഡ് നമ്പരാ. അപ്പോൾ എത്രയാണ്? -1 ആണ് ആൻസർ. -1 അല്ലേ. ഇനി ഈ പ്ലസ് ഇട്ടു. -1 (20) അതെന്ന് ഇരട്ട സംഖ്യയല്ലേ 20 എന്ന് പറയുന്നത്, അപ്പോൾ 1 എഴുതണം. ഇനി ഈ പ്ലസ് ഇട്ടു. -1 (25) ഒറ്റ സംഖ്യ, അപ്പോൾ -1 ഇട്ടു. ഈ പ്ലസ് ഉണ്ടോ, -1 (30) എന്ന് പറയുമ്പോൾ ഈവൻ നമ്പർ, അതായത് ഇരട്ട സംഖ്യയാണ്, അപ്പോൾ 1 ഇട്ടു. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഇങ്ങനെയാണ് ആൻസർ കിട്ടിയേക്കുന്നത് അല്ലേ. ഇനി ഇതെല്ലാം കൂടെ നോക്കി ആഡ് ചെയ്യണം. 1 + -1 എത്രയാണ്? 1 + -1 0. ഈ 1ഉം ഈ -ഉം കൂടെ 0 പ്ലസ്, പിന്നെ 1 പ്ലസ് -1 1 പ്ലസ് ഉണ്ടോ 0 പ്ലസ് ഇതും കൂടെ കൂട്ടുമ്പോൾ 0 കിട്ടി. ഇനി പ്ലസ് 1, ഈ 1 എഴുതി. എന്നിട്ട് ഇനിയോ പ്ലസ് -1 അപ്പം എങ്ങനെ വരും? ഇനി പ്ലസ് 1. ഇനി അടുത്തതൊന്നും ലഘൂകരിക്കാം. 0 + 1 പ്ലസ് -1 1 പ്ലസ് -1 എന്ന് പറയുമ്പോഴോ അതും 0 ആണ് അല്ലേ. 0 ഇത് 0 + 1 പ്ലസ് -1 എന്ന് പറയുമ്പോൾ 0 കിട്ടി. പിന്നെ ആകെ ഈ ഒരു 1 മാത്രമേ ഉള്ളൂ മിച്ചം കിടക്കുന്നത് അല്ലേ. അപ്പോൾ 0 + 1 = 1 ആണ്, +1 ആണ് ആൻസർ. നോക്കി ഒന്നുകൂടെ പറഞ്ഞുതരാം. -1 (10) എന്ന് പറയുമ്പോൾ അത് ഈവൻ നമ്പർ ആയതുകൊണ്ട് 1 ആണ് ആൻസർ. പിന്നെ അടുത്തത് 15 ആണ് ഇവിടെ അല്ലേ, അതുകൊണ്ട് -1 ആണ്. ഇതല്ല -1 ആണ്. പിന്നത്തെ ഈവൻ നമ്പർ ആണ്, അത് +1 ആണ്. പിന്നത്തെ ഓഡ് നമ്പർ ആണ്, -1 ആണ്. ഈവൻ നമ്പർ ആണ്, അപ്പോൾ +1 ആണ്. ഇനി ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി. 1 പ്ലസ് -1 എന്ന് പറയുമ്പോൾ ഒന്നും ഇത് പ്ലസ് ചെയ്ത് മൈനസ് ആകുമ്പോൾ 0 വരും അല്ലേ. ഇത്രയും ചെയ്തു കഴിഞ്ഞു. ഇനി 0 പ്ലസ് ഈ 1 പ്ലസ് -1 പ്ലസ് 1 എന്ന് എഴുതി. ഇനി അടുത്ത ഒന്നും കൂടെ കുറയ്ക്കുമ്പോൾ എങ്ങനെ വരും? ഈ 1ന്റെ കൂടെ -1 കുറയ്ക്കുമ്പോൾ 0 വരും. ഈ 1 -1 കൂടെ പിന്നെ പ്ലസ് 1. അപ്പം 0 + 1 എത്രയാണ്? 0. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയും പഠിച്ചു വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഏവർക്കും നന്ദി.